ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കോടതി ടീച്ചർ അമ്മയ്ക്കും വീണയ്ക്കും ജാമ്യം അനുവദിക്കുന്നുണ്ട്. സിന്ദൂര വിക്രമൻ വീണ്ടും ടീച്ചർ അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കോവിൽപ്പെട്ടി കന്യാകുമാരി ഏകദേശം 5 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. നമ്മളെയൊക്കെ കൺഫ്യൂസ്ഡ് ആക്കാനാണ് ഇങ്ങനെയൊരു സ്ക്രിപ്റ്റ് രചിച്ചത് എന്ന് സിന്ദൂര വിക്രമൻ പറയുമ്പോഴേക്കും സ്ക്രിപ്റ്റ് ഒന്നുമല്ല സാർ, ഇത് സത്യം എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. സിന്ദൂര വിക്രമൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മരിച്ചവളായിരിക്കാനല്ലായിരുന്നോ താല്പര്യം, വീണയുടെ ജോലിക്ക് വേണ്ടി അല്ലേ എന്ന്. വീണയുടെ ഭാവി സെക്യൂർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിനായി ഞാൻ എന്തിനെ എൻ്റെ മരണം ഫേക്ക് ചെയ്യണം? അതെനിക്ക് മനസ്സിലായില്ല. സംഭവിച്ചത് വല്ലാത്തൊരു വിധിയാണ് സാർ എന്ന് ടീച്ചറമ്മ ജഡ്ജിയോടായി പറയുമ്പോഴേക്കും സിന്ദൂര വിക്രമൻ പൊട്ടിച്ചിരിച്ചോണ്ട്, വിധി? അതെനിക്ക് തോന്നുന്നത് ഒരു പ്രീ പ്ലാൻഡ് പരിപാടി പോലെയാ എന്ന് പറഞ്ഞ് കൃഷ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട്, അല്ലേ കൃഷ്ണചന്ദ്രൻ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായ കൃഷ്ണചന്ദ്രൻ സാറേയും അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. ടീച്ചറമ്മ വീണയുടെ അരികിൽ വന്നിരിക്കുമ്പോഴേക്കും വീണയും ആകെ പരിഭ്രമത്തോടെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. സിന്ദൂര വിക്രമൻ അപ്പോഴേക്കും കൃഷ്ണചന്ദ്രനെയും ചോദ്യം ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. കൃഷ്ണചന്ദ്രൻ സാർ, താങ്കൾ സരസ്വതിയുടെ TTC അധ്യാപകനായിരുന്നു അല്ലേ? പിന്നെ അടുത്ത സുഹൃത്തായി അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, സരസ്വതി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ നാടറിയുന്ന സംസ്ഥാനം അംഗീകരിച്ച ഒരു അധ്യാപികയായിരുന്നു. അതിൻ്റെ ബഹുമാനം എനിക്കുണ്ടെന്ന് കൃഷ്ണചന്ദ്രനും പറയുന്നുണ്ട്. സരസ്വതി കന്യാകുമാരിയിലുള്ള ദിവസം നിങ്ങൾ എങ്ങനെ അവിടെ എത്തിയെന്ന് വക്കീൽ വീണ്ടും ചോദിക്കുമ്പോഴേക്കും, സരസ്വതി ഒരു ടൂർ വന്നപ്പോൾ നേരിട്ടൊന്നു കണ്ട് സംസാരിക്കാമെന്ന് കരുതി വന്നതാ എന്ന് കൃഷ്ണചന്ദ്രനും പറയുന്നുണ്ട്. സരസ്വതിയോട് സംസാരിക്കാനായി കായംകുളത്തു നിന്നും കന്യാകുമാരി വരെ ട്രെയിനിലെത്തി. മറ്റാരും കാണാതെ മീറ്റ് ചെയ്തു. ഒന്നിച്ചൊരു അമ്പലത്തിലേക്ക് യാത്ര പോകുന്നു. പോലീസ് രേഖകളൊന്നുമില്ലാതെ അപകടത്തിൽ പെടുന്നു. ശേഷം വലിയൊരു കാലം രണ്ടാളെയും കുറിച്ച് യാതൊരു വിവരവുമില്ല. അക്കാലം അത്രയും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും, അത് സത്യവിരുദ്ധമാണ്. ഞങ്ങൾ ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നു എന്ന് കൃഷ്ണചന്ദ്രനും പറയുന്നുണ്ട്. അപ്പോഴേക്കും അഡ്വക്കേറ്റ് സുജി എണീറ്റോണ്ട്, യുവർ ഓണർ, ആശുപത്രി രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ സുന്ദര വിക്രമനും ഒരു ചിരിയോടെ, രേഖകളൊക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം യുവർ ഓണർ എന്ന് പറയുമ്പോഴേക്കും ജഡ്ജിയും തന്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇരുവശത്തെയും വാദം കേട്ടു. അടുത്ത ഹിയറിംഗിന് ഡിഫൻസ് ആശുപത്രി രേഖകളും പ്രോസിക്യൂഷൻ അപകടത്തിന്റെ രേഖകളും ഹാജരാക്കണം. അത് കേൾക്കെ കൃഷ്ണചന്ദ്രൻ സാർ ടെൻഷനോടെ ടീച്ചർ അമ്മയെ നോക്കുമ്പോൾ ടീച്ചറമ്മയും ആകെ ടെൻഷനോടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സിന്ദൂര വിക്രമനും സിന്ദൂര വിക്രമന്റെ പുറകെ തന്നെ വരുന്ന മോഹനും രാധയെയും മഹേഷിനെയും എല്ലാമാണ് കാണിക്കുന്നത്. മോഹൻ സിന്ദൂര വിക്രമനെ വിളിച്ചോണ്ട് കൈകൂപ്പിക്കൊണ്ട്, സിന്ദൂര സാർ, സാറിൻ്റെ വാദത്തിൽ എല്ലാവരും അങ്ങ് വിറച്ചു. ഗംഭീരമായിരുന്നു, താങ്ക് യു സാർ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടേ. സിന്ദൂര വിക്രമനും ചിരിയോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷം ബോധിച്ചു, എൻ്റെ സന്തോഷവും കൂടി പരിഗണിക്കണം. ക്യാഷ് ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യണം എന്ന് സിന്ദൂര വിക്രമൻ ആവശ്യപ്പെടുമ്പോഴേക്കും, ഇന്ന് തന്നെ ചെയ്തേക്കാം പോരെ എന്ന് മോഹനും സമ്മതിക്കുന്നുണ്ട്. അത് കേട്ട് സിന്ദൂര വിക്രമനും അസിസ്റ്റൻസും നടന്നു നീങ്ങുമ്പോഴേക്കും ടീച്ചറമ്മയും പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. ടീച്ചറമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മോഹന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന രാധയെയും മഹേഷിനെയുമാണ്. അവർ പരസ്പരം നോക്കി നിൽക്കുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറും വീണയും വക്കീലുമെല്ലാം പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. മോഹൻ അഹങ്കാരത്തോടെ ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, സിന്ദൂരമുണ്ടേൽ ഇവിടെ പലരുടെയും വീഴ്ച പൂർത്തിയാവും. പല കപട അധ്യാപകരുടെയും മുഖംമൂടികൾ ഇവിടെ അഴിഞ്ഞു വീഴും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടീച്ചറമ്മ ധൈര്യത്തോടെ തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. അത് കേൾക്കെ, വെറുതെ പ്രകോപിപ്പിക്കുന്നതാ മാമ, മൈൻഡ് ആക്കണ്ട എന്ന് വിനീത വക്കീലും കൃഷ്ണചന്ദ്രനോടായി പറയുന്നുണ്ട്. ടീച്ചറമ്മ ദേഷ്യത്തോടെ തന്നെ രാധയെയും മഹേഷിനെയും നോക്കി നിൽക്കുമ്പോഴേക്കും ടീച്ചറമ്മയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് രാധയും മഹേഷും പുറകെ തന്നെ മോഹനും അവിടുന്ന് പോകുന്നുണ്ടേ. അത് കണ്ട് ടെൻഷനോടെ നിൽക്കുന്ന വീണയോടായി ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്, നീയും ഇതുപോലെ ഒരു ദിവസം അമ്മയെ തള്ളി അവരുടെ കൂടെ പോവോ കുഞ്ഞിയെന്ന്? അങ്ങനെയൊന്നും പറയല്ലേ അമ്മ, എന്നെ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും, നമ്മുടെ തണലിൽ നിന്നവർ കണം കാലിന് വെട്ടുന്നത് പോലെ എനിക്ക് തോന്നുക. ആ ഒരു പേടി കൊണ്ട് പറഞ്ഞതാ കുഞ്ഞി എന്ന് ടീച്ചറമ്മയും വിഷമത്തോടെ പറയുന്നുണ്ടേ. ടീച്ചറമ്മയുടെയും കൂട്ടരുടെയും അടുത്തു നിന്നും മാറിപ്പോന്ന മോഹൻ വണ്ടിയുടെ അരികിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടീച്ചറമ്മയെയും കൃഷ്ണചന്ദ്രനെയും കൂട്ടരെയുമാണ് കാണുന്നത്. കൃഷ്ണചന്ദ്രൻ സാർ ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, വിജയം കൊണ്ട് ആദ്യം ചില പൊടിക്കൈകളൊക്കെ അവർ കാണിക്കും, പക്ഷേ അതൊരു സ്ഥായിയായ വിജയമല്ല സരസ്വതി എന്ന്.
അത് നോക്കി നിൽക്കുന്ന മോഹൻ രാധയോടും മഹേഷിനോടുമായി പറയുന്നുണ്ട്, ഇപ്പോ ഏത് കോടതിയുടെ നടയിൽ ചെന്ന് നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമായി രണ്ടിനുമെന്ന്. വിനീത വക്കീൽ അപ്പോഴേക്കും കൃഷ്ണചന്ദ്രനെ വിളിച്ചോണ്ട് മാമ ഒന്നിങ്ങു വന്നേ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറും വിനീത വക്കീലിന്റെ പുറകെ ചെല്ലുന്നുണ്ട്. അവരെ നോക്കി നാണംകെട്ട ജന്മങ്ങൾ എന്നും പറഞ്ഞ് മോഹൻ അവരെ നോക്കി തുപ്പിക്കൊണ്ട് രാധയെയും മഹേഷിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. പിന്നീട് കോടതി വരാന്തയിലൂടെ നടന്നു നീങ്ങുന്ന ടീച്ചർ അമ്മയെയും വീണയുമാണ് കാണിക്കുന്നത്. രാധയും മഹേഷും നമുക്കെതിരെ പറഞ്ഞതോ മോഹൻ അവർക്കൊപ്പം നിൽക്കുന്നതോ ഒന്നുമല്ല എന്നെ വേദനിപ്പിച്ചത്. സന്തോഷിന്റെ അസാന്നിധ്യമാണ്. ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും സന്തോഷ് കാര്യങ്ങളൊന്നും അന്വേഷിച്ചതുപോലുമില്ലല്ലോ എന്ന് ചോദിച്ചോണ്ട് വിഷമത്തോടെ നിൽക്കുന്ന വീണയുടെ കൈപിടിച്ചോണ്ട് മോളെ എന്റേത് തെറ്റായ തീരുമാനമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ തന്നെ എത്ര തവണ അമ്മയോട് പറഞ്ഞതാ. വീട്ടുകാർ പറയുന്നതിനപ്പുറം സന്തോഷേട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് വീണയും വിഷമത്തോടെ പറയുമ്പോൾ എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, നീ ആ ഫോണിങ് തന്നേന്ന് ടീച്ചർ അമ്മയും. എന്തിനാ അമ്മ എന്ന് ടെൻഷനോടെ വീണ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലോ മോളെ, നീ ആ ഫോണിങ് തന്നേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണയും തൻ്റെ ബാഗിൽ നിന്ന് ആ മൊബൈൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ടീച്ചറമ്മ മൊബൈൽ എടുത്ത് സന്തോഷിനെ വിളിച്ചോണ്ട് സന്തോഷേ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. ജാമ്യത്തിൽ ഇറക്കാൻ പോലും സന്തോഷെത്താത്തതിൽ കുഞ്ഞിക്ക് വല്ലാതെ വിഷമമുള്ളതായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ടേ. അവിടെ സന്തോഷിന്റെ വീട്ടിൽ തളത്തിൽ പോറ്റിയുടെയും അമ്മ മണിയുടെയും മുന്നിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷിനെയാണ് കാണിക്കുന്നത്. എന്നെ ചതിച്ചതല്ലേ ടീച്ചർ, അതിനെ ഞാൻ തന്നെ ജാമ്യം വാങ്ങി ഇറക്കണോ എന്ന സന്തോഷിന്റെ ചോദ്യം കേട്ട് ടെൻഷനോടെ ടീച്ചറമ്മയും പറയുന്നുണ്ട്, മോനെ സന്തോഷേ നീ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് നിന്നെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണമെന്ന്. ഇനി എന്ത് സംസാരിക്കാനാ ടീച്ചറെ, എന്നെ എല്ലാവരും ചേർന്ന് വല്ലാതെ ചതിച്ചതായി തോന്നി എന്ന് സന്തോഷ് പറയുമ്പോൾ അങ്ങനെ ഞാനോ വീണയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും തളത്തിലെ കൈവരിലിരുന്ന പോറ്റിയും അവിടെ എണീറ്റോണ്ട് ആരാ സന്തോഷേ എന്ന് ചോദിക്കുന്നുണ്ട്. സന്തോഷ് തൻ്റെ മൊബൈൽ മാറ്റിപ്പിടിച്ചോണ്ട് സരസ്വതി ടീച്ചർ എന്ന് പറയുമ്പോഴേക്കും സന്തോഷിന്റെ അച്ഛൻ നടേശനും അങ്ങോട്ടെത്തുന്നുണ്ട്. ടീച്ചറും കുട്ടിയുമായിട്ടുള്ള സംഭാഷണങ്ങളൊന്നും ഇനിയില്ല, ഇതങ്ങ് ഉച്ചത്തിൽ അങ്ങോട്ടിട്, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവർക്കും പറയാനുമുണ്ട് എന്ന് പോറ്റി പറയുമ്പോഴേക്കും സന്തോഷും ആ മൊബൈൽ സ്പീക്കറിലിടുന്നുണ്ടേ. മോളെ അമ്മയെയും ജാമ്യത്തിലിറക്കാൻ വരാത്തതാണോ ടീച്ചറുടെ പ്രശ്നം? അത് കൊള്ളാം ടീച്ചറെ, എന്നാൽ കേട്ടോ, ക്രിമിനലുകൾക്കൊപ്പം നിൽക്കുന്നതല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം എന്ന് പോറ്റി പറയുമ്പോഴേക്കും മണിയും പറയുന്നുണ്ട്, ജോലിയുള്ള കൊച്ചായോണ്ടാ ഞാൻ സമ്മതിച്ചത്, അത് കൃത്രിമം കാണിച്ച ജോലിയാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സന്തോഷിന്റെ ചേട്ടൻ ആനന്ദും ചേട്ടത്തി റാണിയും അങ്ങോട്ടെത്തുന്നുണ്ടേ. പോറ്റിയപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ചില്ലറ കൃത്രിമം വല്ലതുമാണോ? അമ്മയെ ഒളിപ്പിച്ചിരുത്തി മരിച്ചു പോയി എന്ന് പറഞ്ഞ് ഒപ്പിച്ചെടുത്ത ജോലി. ഇങ്ങനെ ലോകത്താരെങ്കിലും ജോലി സമ്പാദിച്ചിട്ടുള്ളതായി എനിക്കറിയില്ല. മനുഷ്യനെ പറ്റിക്കുക ഒരു നയത്തില്, പക്ഷേ ഇങ്ങനെ അങ്ങ് പറ്റിക്കരുത്. ഇതൊരാളുടെ ജീവിതം കൊണ്ടാ നിങ്ങൾ കളിച്ചത്. നല്ലൊരു ഭാവിയും കുടുംബ ജീവിതവും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ചതിച്ചു തകർത്തു എന്ന് സന്തോഷിനെ നോക്കിക്കൊണ്ട് പോറ്റി പറയുമ്പോഴേക്കും ടീച്ചർ അമ്മയും ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്നുണ്ടേ. കാര്യങ്ങളിപ്പോൾ നിങ്ങൾ നിയമത്തിന്റെ വഴിക്കാണല്ലോ, ഈ ബന്ധവും നിയമപരമായി തന്നെ അവസാനിപ്പിക്കാം എന്ന് പോറ്റി പറയുന്നത് കേട്ട് ടീച്ചറമ്മ ദേഷ്യത്തോടെ ഞാൻ സന്തോഷിനോട് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ച കോളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷിനോട് മാത്രം സംസാരിച്ച് കാര്യം സാധിക്കണ്ട എന്ന് പോറ്റി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും വിഷമത്തോടെ നിൽക്കുന്ന വീണയെ നോക്കിക്കൊണ്ട്, മോനെ സന്തോഷേ, എല്ലാരും കൂടി സംസാരിച്ച എനിക്കൊന്നും മനസ്സിലാവില്ല, നീ ആദ്യം സംസാരിക്കേ, പിന്നെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ആ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്നോട് സംസാരിക്കുന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും സന്തോഷ് എന്താ ചെയ്യേണ്ടതെന്ന ഭാവത്തിൽ പോറ്റിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ടെന്ന് പോറ്റി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും സന്തോഷ് ഒരു നിമിഷം ആലോചിച്ചു നിന്നുകൊണ്ട് മൊബൈലിലെ സ്പീക്കർ ഓഫ് ആക്കിക്കൊണ്ട് മൊബൈൽ ചെവിയിലേക്ക് വെക്കുന്നുണ്ട്. ടീച്ചറമ്മയും അപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ട്, സന്തോഷേ എനിക്ക് ഇതിലെ പരാതിയുള്ളൂ, എല്ലാ കാര്യങ്ങളിലും സന്തോഷിന്റെ മൗനം. പലപ്പോഴും മറ്റുള്ളവരാ സന്തോഷിന്റെ ജീവിതത്തിൽ അഭിപ്രായം പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോറ്റിയും ചെവി വട്ടം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും സന്തോഷ് പറയുന്നുണ്ട്, അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടീച്ചർ, ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന ഉറപ്പ് എനിക്ക് നല്ലോണമുണ്ട്. അപ്പോൾ ഇനി എന്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം? വിവാഹശേഷം ഞാൻ ആദ്യമായി ടീച്ചറുടെ വീട്ടിൽ വന്ന അന്ന് ഞങ്ങളുടെ വിരുന്നൂണിന്റെ ദിവസം ഞാനും വീണയും അന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞാൻ ഉറങ്ങിയ ശേഷം വീണ അന്ന് എൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ എൻ്റെ അടുത്തില്ല. ഞാൻ അന്നേരം എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ രാധേച്ചിക്കും മഹേഷേട്ടനുമൊപ്പം മേലെ നിലയിൽ നിന്നും വീണ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് വീണ്ടും ആ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്.
തളത്തിലെത്തിയ സന്തോഷിന്റെ വിളി കേട്ട് വീണ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എന്തു പറ്റി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നിന്ന മഹേഷും പരുങ്ങലോടെ ഒരു ചിരിയോടെ പറയുന്നുണ്ട്, എന്ത് ഇഷ്യൂ? മൂന്നാളും ദാഹിച്ചെഴുന്നേറ്റത് ഒരേ സമയത്തായിപ്പോയി. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്ന് സമയം പോയതാ എന്ന് പറഞ്ഞത് ഓർത്തെടുത്തോണ്ട് അവര് തമ്മിൽ കല്യാണ കാര്യങ്ങളെല്ലാം പറയായിരുന്നു എന്നാ എന്നോട് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ മനസ്സിലായ ശേഷം ആലോചിച്ചപ്പോൾ പിന്നീട് അതെനിക്ക് പിടികിട്ടി. അന്ന് വീണ ടീച്ചറെ കാണാനാ വന്നത്. അതിനുശേഷവും വീണയ്ക്ക് എന്നോട് പറയാമായിരുന്നു, ഞാനിത് ആരോട് പറയാൻ? പരസ്പര വിശ്വാസം പോയതാ ടീച്ചറെ എന്ന് സന്തോഷ് തീർത്ത് പറയുമ്പോഴേക്കും എനിക്കും അതാ പറയാനുള്ളത് സന്തോഷേ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വീണയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഇഷ്ടം നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി മോനെ എന്ന് ടീച്ചർ അമ്മയും വിഷമത്തോടെ പറയുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലുമൊക്കെ ആകുന്ന വിധത്തിൽ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും പിന്നെയും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ ടീച്ചറെ എന്ന സന്തോഷിന്റെ ചോദ്യം കേട്ട് ശരിയല്ല സന്തോഷേ, എല്ലാം എന്റെ മാത്രം തെറ്റാ, മോനൊന്ന് ക്ഷമിക്ക്. അതുപോരാ, ശിക്ഷിക്കണമെന്നാണെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോവൂ എന്ന് ടീച്ചർ അമ്മ പറയുന്നത് കേട്ട് സന്തോഷ് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് എന്താ നീ ഡിവോഴ്സിന്റെ കാര്യം പറയാത്തേന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. നമ്മള് ഡിവോഴ്സിന്റെ കാര്യം നീക്കുവാന്ന് പറഞ്ഞേക്ക് എന്ന് പോറ്റി പറയുമ്പോഴേക്കും ടീച്ചറെ ചേർന്ന് പോവാൻ ആവില്ലെന്ന് ബോധ്യമായ സ്ഥിതിക്ക് അക്കാര്യം ആലോചിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് സന്തോഷ് പറയുന്നത് കേട്ട് വിഷമത്തോടെ ടീച്ചറമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും വീണ അങ്ങോട്ട് വന്ന് അമ്മ ആ ഫോൺ ഇങ്ങുത്താ എന്ന് പറഞ്ഞ് ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് എന്നോടുള്ള അടുപ്പവും ഇഷ്ടവും ഒക്കെ സന്തോഷേട്ടൻ അങ്ങ് പോയി. അതിന്റെ കാരണം ഞാൻ തന്നെയാവാം. സന്തോഷേട്ടൻ തീരുമാനിച്ചോ, എനിക്കൊന്നും പറയാനില്ല. അലിഞ്ഞു കയറിയ ഒരിടവും പിടിച്ചു വാങ്ങിയ ഒരു സാധനവും ഞാൻ സ്വന്തമാക്കില്ല. സന്തോഷേട്ടൻ എന്തു വേണമെങ്കിലും ചെയ്തോ. ഞാൻ പ്രശ്നത്തിലാവുന്ന നേരത്ത് സന്തോഷേട്ടൻ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്നുള്ള വിശ്വാസം എനിക്ക് പോയി. കാലവും വിധിയും നിയമവും തീരുമാനിക്കട്ടെ എന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് വീണ ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. സങ്കടപ്പെട്ടു നിൽക്കുന്ന വീണയെ ടീച്ചറമ്മ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവളും അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അതാ അതിൻ്റെ ശരി. നമുക്കായി പറഞ്ഞു തീർക്കാൻ ആവില്ലെങ്കിൽ പിന്നെ നിയമത്തിൻ്റെ വഴിയാ നല്ലത്. സമാധാനിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീണയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെയും കൊണ്ട് ടീച്ചറമ്മ അവിടുന്ന് പോകുന്നുണ്ടേ. പിന്നീട് അവർ നടന്നു നീങ്ങുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറെയും ജോണിനെയും കാണുന്നുണ്ട്. മേരി എന്ന് സങ്കടത്തോടെ വിളിച്ചോണ്ട് ടീച്ചറമ്മ ഓടിച്ചെന്ന് മേരിക്കുട്ടിയുടെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോഴേക്കും എനിക്ക് നിന്നെ ജയിലിൽ വന്ന് കാണാനുള്ള ത്രാണിയില്ലായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. സാരമില്ല, അതെനിക്ക് മനസ്സിലായി. ഞാനും കുഞ്ഞിയും ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരഞ്ഞു പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അമ്മ അവിടെ ശരിക്കും കഷ്ടപ്പെട്ടു. അമ്മന്റെ തറയില് പായ വിരിച്ചിട്ട് കിടന്നോണ്ട് രാത്രി എന്നും തണുപ്പടിച്ചിട്ട് കാലിന്റെ മസിൽ പിടിക്കും. അമ്മ അന്നേരം പിടയ്ക്കുമായിരുന്നു എന്ന് വീണ പറയുമ്പോഴേക്കും നിനക്ക് മാത്രം എന്താ ഇങ്ങനൊരു ദുരിതം എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിന്റെ വേദനകളല്ലേ, അതെല്ലാം സഹിക്കാം. എന്താടി നിനക്ക് മാത്രം ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ എന്ന് മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഭഗവാൻ പരീക്ഷിക്കുന്നതാവും. എടി ഇറങ്ങിയിട്ട് സന്തോഷിനെ വിളിച്ചായിരുന്നു, കാര്യമായിട്ട് കിട്ടിയെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അത് കേൾക്കെ ഇപ്പൊ തന്നെ നിനക്ക് വിളിക്കാൻ മുട്ടി നിൽക്കായിരുന്നോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ അത് സന്തോഷ് കാര്യങ്ങൾ എന്തായിന്ന് അന്വേഷിച്ചതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു വിളിച്ചതാ. അവിടെ നിന്ന് എല്ലാവരും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കാര്യമായി പോയി. നിനക്കിങ്ങനെ ചെന്ന് കയറി വാങ്ങിക്കൽ അല്ലെങ്കിലും കുറച്ച് കൂടുതലാണല്ലോ. വിളിക്കാൻ പോയിരിക്കുന്നു എന്ന് ദേഷ്യത്തോടെ മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. ഞാനും പറഞ്ഞതാ ടീച്ചറെ, കേൾക്കണ്ടേ അമ്മ. സന്തോഷേട്ടനെ ചതിച്ച എനിക്ക് ആള് തന്നെ ജാമ്യം എടുക്കണമെന്നാ ചോദ്യം എന്ന് വീണ പറയുമ്പോൾ ചോദ്യമൊക്കെ കൊള്ളാം. സന്തോഷിപ്പോ വായൊക്കെ തുറന്നു തുടങ്ങിയോന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ വായ തുറക്കും. പിന്നെ സന്തോഷേട്ടൻ്റെ ആ ഇടങ്കോൽ അമ്മാവനും ഇടങ്ങേർ അമ്മായും കൂടി തുടങ്ങി മേളം എന്ന് വീണ പറയുമ്പോൾ എന്തായാലും പുറം ലോകത്തോട്ട് ഇറങ്ങിയപ്പോൾ നിനക്ക് നല്ല സ്വീകരണം കിട്ടിയല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ടീച്ചറമ്മയോടായി ചോദിക്കുന്നുണ്ട്. അത് കിട്ടി എന്ന് ടീച്ചറമ്മയും പറയുമ്പോഴേക്കും സന്തോഷ് കുറച്ചു ദിവസമായിട്ട് മുങ്ങി നടക്കുക. ഫോൺ വിളിച്ചാൽ എടുക്കേയില്ല, അവനെ കൈ കിട്ടാതിരിക്കില്ല എന്ന് ജോണും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വാ, വീട്ടിലാക്കാം. ഒന്ന് എണ്ണ തെച്ച് കിണറിലെ വെള്ളത്തിൽ കുളിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങ രണ്ടാളും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും സത്യം കണ്ണൊക്കെ തനിയെ അങ്ങ് അടഞ്ഞു പോവാന്ന് ടീച്ചറമ്മയും ക്ഷീണത്തോടെ പറയുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും സരസുവിനോടായി പറയുന്നുണ്ട്, സരസു നിന്റെ ഡിഫൻസ് ലോയർ ആള് നല്ല വിഷജാതിയായെന്ന്. എന്തായാലും കുഴിയില് കാലായി പോയില്ലേ, ഇനി കാല് മുറിയാതെയും ഒടിയാതെയും എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി പോയില്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും
സരസു, എന്തായാലും നിങ്ങളുടെ കൂടെ ഞാനും ജോണുമുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചറും ഉറപ്പു നൽകുന്നുണ്ട്. അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിയോടെ നിൽക്കുന്ന ടീച്ചറമ്മയെയും ആശ്വാസത്തോടെ നിൽക്കുന്ന വീണയെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീട്ടിലെത്തുന്ന ടീച്ചറമ്മയുടെ ഉപദേശങ്ങളെ രാധയും മഹേഷും എതിർക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.